നമുക്ക് അഖില CP കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഖില, ഇവരുടെയൊക്കെ വീടുകളിൽ വലിയ കഷ്ടപ്പാടാണ്. ഓരോ ദിവസം കഴിയും തോറും വീടിൻ്റെ വാടകയടക്കം, ആശുപത്രി ചിലവുകൾ, മരുന്നുകളുടെ ചിലവ്, ഇതെല്ലാം അടക്കം ഇവർ ബാധ്യതകളാണ് വരുത്തേണ്ടി വരുന്നത്. വലിയ കടത്തിലേക്കാണ് പോകുന്നത്. ജീവിതം വരെ വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയാണ് പലർക്കും എന്നറിയാം. അഖില എവിടെയാണുള്ളത്? അവിടുത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ്? മോദി, ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് വീട്ടിൽ ദുരിതമുള്ളത് അല്ലെങ്കിൽ വീട്ടിൽ കിടപ്പിലായ ഭർത്താവോ അച്ഛനോ അമ്മയോ ഒക്കെ ഉള്ളവരെ പറ്റി നമ്മൾ ഒരുപാട് സ്റ്റോറികളും അല്ലെങ്കിൽ നമ്മളതൊക്കെ കേട്ടറിഞ്ഞു. പക്ഷെ സ്വന്തമായി ആരോഗ്യ പ്രശ്നം നേരിടുന്ന ആശാപ്രവർത്തകരെ അവരുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് നമ്മൾ ഇതുവരെ ആരും ചർച്ച ചെയ്തിട്ടില്ല എന്നാണ്. കാരണം ഒരുപാട് സ്വന്തമായി അസുഖങ്ങൾ, ആ അസുഖങ്ങൾ വെച്ചിട്ടും ജോലിക്ക് പോകേണ്ടി വരുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ്, ആ ഒരു അവസ്ഥയുള്ള ഒരു വീട്ടിലാണ് ഞാനുള്ളത്. ഞാൻ രാമനാട്ടുകാര ഗീത എന്ന് പറയുന്ന ആശാവർക്കറുടെ വീട്ടിലാണ്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. കാലിനായിരുന്നു പ്രശ്നം, വെരിക്കോസ് ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. പക്ഷെ ആ ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയിലും ഈ ആശാവർക്കർ എന്ന് പറയുന്ന ഒരു ജോലി ഏറ്റെടുത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അത് കൃത്യമായി നിർവഹിക്കണം എന്നതിൻ്റെ പേരിൽ ആ ചേച്ചി ജോലിക്ക് പോയിരുന്നു. അപ്പോൾ ആ ചേച്ചിയുടെ വീട്ടിലാണ് ഞാനുള്ളത്. ചേച്ചി, ഇപ്പോഴും തിരുവനന്തപുരത്ത് ഒരുപാട് ആശാവർക്കർമാർ തങ്ങളുടെ വേതനം വർധനത്തിനാവശ്യപ്പെട്ട് സമരം നടത്തുകയാണ്. അപ്പോൾ ചേച്ചി ഒരു ആശാവർക്കറാണ്. ഒരുപാട് ദുരിതം അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ടാണ് ചേച്ചി ജോലിക്ക് പോയിരുന്നത് അല്ലേ? ആരോഗ്യ പ്രശ്നങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. കാലിന് വെരിക്കോസ് വന്നിട്ട് ബാൻഡേജ് കെട്ടിയിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട്. പിന്നെ കുറേ ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. കാലിന് ഒരു മാസം ഞാൻ ബെഡിൽ കിടപ്പിലായി. എന്നിട്ടും ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എല്ലാ ഡീറ്റെയിൽസും എടുത്ത് ഞങ്ങൾക്ക് പ്രധാനമായിട്ടും ഗർഭിണികളെ 3 മാസത്തിനുള്ളിൽ ഒരു ഗർഭിണിയെ കണ്ടെത്തി 3 മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യണം. അവർക്ക് വേണ്ട 3 മാസം മുതൽ 4 മാസം ആവുന്നത് വരെ ഫോളിക് ആസിഡ് ഗുളിക കഴിപ്പിക്കണം. പിന്നെ അതിന് ശേഷം അയണും കാൽസ്യം ഗുളിക കഴിപ്പിക്കണം. പിന്നെ അത് കഴിഞ്ഞ് കുട്ടികളെ MCP കാർഡ്, അമ്മയും കുഞ്ഞും കാർഡ് എത്തിച്ചു കൊടുക്കണം. പിന്നെ അവരെ 2 TD എടുപ്പിക്കണം. പിന്നെ അവർക്ക് വേണ്ട അയണും കാൽസ്യം ഗുളിക കൊടുക്കണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവരെ വിസിറ്റ് ചെയ്യണം. പിന്നെ കുട്ടിയായി കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ ഈ ആരോഗ്യ പ്രശ്നത്തിന്റെ ഇടയിലാണോ ചേച്ചി ചെയ്തത്? പിന്നെ ചേച്ചിയുടെ പ്രധാന പ്രശ്നം ഈ വെരിക്കോസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നു ആരോഗ്യ പ്രശ്നം? വെരിക്കോസും നടുവേദനയും ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റിവെച്ചിട്ടാണ് ഫീൽഡിൽ ഇറങ്ങുന്നത്. പിന്നെ ഞങ്ങൾക്ക് EPIP അതിദരിദ്രർ ഉണ്ട്, അവർക്ക് മരുന്ന് എത്തിച്ചു കൊടുക്കണം. അപ്പോൾ അതൊന്നും ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ മരുന്ന്, അത് 4 ബുക്ക് അവരെ മരുന്ന് വാങ്ങി കൊടുക്കാനുള്ള ബുക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു, മരുന്ന് എത്തിച്ചു കൊടുക്കുന്നു. പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നെ കോവിഡ് സമയത്ത് ഞങ്ങൾ രാത്രി ഉറങ്ങാറില്ല. ഞാൻ എത്രയോ ഭക്ഷണം കഴിക്കാതെ നിന്നിട്ടുണ്ട്. പകലും രാത്രിയൊക്കെ 1 മണിക്കൊക്കെ ഓരോരുത്തർ വിളിച്ചിട്ട് വണ്ടി ഏർപ്പാടാക്കി കൊടുക്കാനും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ബുദ്ധിമുട്ടിട്ടുണ്ട്. കോവിഡ് സമയത്തൊക്കെ എങ്ങനെയായിരുന്നു പ്രവർത്തനം? കോവിഡ് സമയത്ത് ആരും പുറത്തിറങ്ങില്ലല്ലോ. ഞങ്ങൾ മാത്രമല്ലേ, കൂടെ പിറപ്പുകളും ബന്ധുക്കളും ആരും തിരിഞ്ഞു നോക്കാറില്ല. ഞങ്ങളാണ് അവരെ രക്ഷിക്കൽ. ഞങ്ങൾ മരുന്ന് എത്തിച്ചു കൊടുക്കും, അവർക്ക് വേണ്ട അവരെ ക്വാറന്റൈനിൽ എത്തിക്കാനുള്ള സംവിധാനം ചെയ്യും, എല്ലാ കാര്യങ്ങളും ചെയ്യും. പിന്നെ ഞങ്ങൾക്ക് അപ്പോൾ അതാണ് മോത്തി, അതായത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയിലും ഈ ഗർഭിണികളെയും കുട്ടികളെയും കോവിഡ് സമയത്ത് കോവിഡ് രോഗികളെയും ഒക്കെ സംരക്ഷിച്ച ആളുകളാണ്. ഒരു നാടിനെ മൊത്തം ഒന്നിച്ച് ചേർത്ത് നിർത്തിയ മനുഷ്യരാണ്. ആ മനുഷ്യരാണ് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വേതന വർധനവിന് വേണ്ടിയിട്ട് സമരം നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവരുടെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന മനുഷ്യർ, അവരുടെ ജീവിതം ഇനി മുന്നോട്ട് എങ്ങനെയാണെന്ന് അവർക്ക് അറിയില്ല. വീട്ടിലെ പ്രശ്നങ്ങൾ, അപ്പോഴും സമരം ചെയ്യുക എന്ന, ഒരുമിച്ച് നിൽക്കുക, ഈ സംഘടിച്ച് ശക്തരാവുക എന്ന് പറയുന്നത് സത്യത്തിൽ ഇതുപോലെ സമരം ചെയ്യുന്ന, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി സമരം ചെയ്യുന്ന മനുഷ്യരെ കണ്ടുവേണം പഠിക്കാനെന്ന് തോന്നുന്നു. അല്ലാതെ വെറുതെ മുദ്രാവാക്യം എവിടെയെങ്കിലും വിളിച്ചിട്ട് കാര്യമില്ലെന്ന് തോന്നുന്നു. ഇവരൊക്കെ വിളിക്കുന്ന മുദ്രാവാക്യം പ്രാവർത്തികമാക്കാനുള്ളതാണ്. സംഘടിച്ച് ശക്തരാകാൻ വേണ്ടി അവരൊരുമിച്ച് നിൽക്കുന്നത് ഒട്ടേറെ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ്. അത് കണ്ടില്ലെന്ന് നടിക്കാൻ എങ്ങനെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന് കഴിയുന്നത്? പിന്നെ എന്ത് മനുഷ്യത്വത്തെക്കുറിച്ചും എന്ത് സോഷ്യലിസത്തെക്കുറിച്ചുമാണ് നിങ്ങളൊക്കെ സംസാരിക്കുന്നതെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. രാഷ്ട്രീയം നോക്കാതെ കഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിച്ചില്ലെങ്കിൽ നിങ്ങളൊക്കെ എങ്ങനെയാണ് പൊതുപ്രവർത്തകരാവുന്നത്? ഇത് ചോദിക്കാതിരിക്കാനും കഴിയുന്നില്ല.